Good evening, Miss. Good evening, Miss. Good evening, ma'am. Good evening. Good evening, ma'am. 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 Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. ഓക്കെ, Good evening, ma'am. ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ക്ലാസ്സില് ഞാനൊരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ചെയ്യാനായിട്ട്. എത്ര പേര് ചെയ്തു? ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസീത വിനോദ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാ ചെയ്തിട്ടുള്ളേ? എന്തായിരുന്നു മാം? ഇപ്പൊ ഗുഡ് കേറിയോ? ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊഡക്ഷൻ, അഷ്വറിംഗ് പബ്ലിക് യൂസ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, പേഴ്സണൽ, അതുപോലെ തന്നെ കോർഡിനേഷൻ, ഇതിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. സ്മിത ജെറോം ചെയ്തിട്ടുണ്ട്. വീണ ജയേഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ചെയ്ത ആളുകൾ ഒന്ന് റീഡ് ചെയ്യാമോ? എന്നോട് ആദ്യം പറഞ്ഞത് പ്രസീത വിനോദാണ്. പ്രസീത വിനോദേ, ഒന്ന് റീഡ് ചെയ്യാമോ? Yes, ma'am. അതാദ്യം റീഡ് ചെയ്യാം, ദെൻ അത് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ മലയാളത്തില്. ചിലപ്പോ എല്ലാവർക്കും ക്ലിയർ ആണെന്നില്ല, അതുകൊണ്ട് ഒന്ന് മലയാളത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം എഴുതിയ കാര്യം. ഓക്കെ. Educational Management Information System are used to gather and manage accurate and timely information for implementation, monitoring, and evaluation. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യണത് ഒരു കൃത്യമായ ഒരു ഇൻഫോർമേഷൻ നമ്മൾക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതില് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. അത് ഉൽപാദനം എന്നത് ഔട്ട്പുട്ട് സൃഷ്ടിക്കുന്നതിനായി വിവിധ ഇൻപുട്ടുകൾ സംയോജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഒരു സെക്കൻഡ് കേട്ടോ, ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പലരും പല രീതിയിലായിരിക്കും എഴുതിയിരിക്കുക, പക്ഷെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഫൈനൽ എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ ആയിരിക്കും വരിക. അപ്പൊ പറയുന്ന കാര്യങ്ങൾ ഓരോ സ്റ്റുഡൻസും ഇവിടെ വായിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ, പ്രസീത കണ്ടിന്യൂ ചെയ്തോളൂ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുട്ടികളുടെ റിസൾട്ട് ആണ്. രണ്ടാമതായിട്ട് വരുന്നത് അഷ്വറിംഗ് പബ്ലിക് യൂസ്. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യവും സേവനവും ജനങ്ങൾക്ക് മതിയായ ഉപയോഗവും ഗുണവും നൽകുന്നതാകണം. ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാകുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് നല്ലത് വരുത്തുന്നതാണ് എന്ന് ഉറപ്പുവരുത്തണം. ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ സംഗ്രഹമാണത്. വിശകലനം, റിപ്പോർട്ടിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ്ങിന്റെ ഒരു ശാഖയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. The department responsible for hiring and training and placing employees for setting policies for personal management. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് HR എടുക്കാം. അതിൽ നല്ലൊരു റിക്രൂട്ട്മെന്റ്
റിക്രൂട്ടിംഗ് ആയിട്ട് അത് നമുക്ക് കണക്കാക്കാം. പിന്നെ കോർഡിനേഷൻ വരുന്നുണ്ട്. സ്ഥാപനം ആഗ്രഹിച്ച ഒരു ഗോള് നേടാനായിട്ട് ജോലിക്കാരുടെ മനോഭാവവും കഴിവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് കോർഡിനേഷൻ. ദാറ്റ്സ് ഓൾ മാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, ദെൻ ഇനി ആരാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? സ്മിത ജെറോം റീഡ് ചെയ്യാമോ? Yes. Educational administration involves providing leadership for the education of students, developing curricula, implementing assessment, and managing human and material resources to achieve specific goals. അതായത് നമുക്ക് ശരിയായ രീതിയിൽ ഒരു അച്ചീവ്മെന്റ് കൈവരിക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് എഡ്യൂക്കേഷൻ ഓഫ് സ്റ്റുഡൻസ്, നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണം. ഡെവലപ്പിംഗ് കരിക്കുലം, അതായത് നമ്മൾ കരിക്കുലത്തിൽ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇംപ്ലിമെന്റിങ് അസസ്മെന്റ്, അതുപോലെ തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോ പദ്ധതികളിലും ശരിയായ രീതിയിലുള്ള അനലൈസിങ് വേണം. ആൻഡ് മാനേജിങ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ്, അതായത് സ്കൂളിലേക്ക് ആവശ്യമായ മെറ്റീരിയൽസും അതിന്റെ റിസോഴ്സസും ശരിയായ രീതിയിൽ തന്നെ അതായത് ആ കുട്ടികൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ തന്നെ മാനേജ് ചെയ്യണം. അങ്ങനെയാണ് ഡെഫിനറ്റ്ലി ദ സ്ട്രോങ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് അറ്റൈൻഡ് ദ സക്സസ് ഓഫ് ദ സ്കൂൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ സ്കൂളിന് എന്താണോ നമ്മൾ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്, അത് നമുക്ക് നേടാൻ കഴിയും. There are 5 important areas of education administration. അതുപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു 5 ഏരിയാസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, മാനേജിങ് റിസോഴ്സസ് ഉണ്ട്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഉണ്ട്, ബഡ്ജറ്റിംഗ് ഉണ്ട്. പ്ലാനിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ഈസ് ഇമ്പോർട്ടന്റ് ഗോൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് ഈ പ്ലാനിംഗ് തന്നെയാണ്. അത് എൻഷുർ ചെയ്യുന്നത് that all students have access to quality education, അതായത് നല്ല ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പുവരുത്തുക എന്നതാണ് ആദ്യം പ്ലാനിങ്ങിൽ വരേണ്ടത്. എഡ്യൂക്കേഷണൽ പ്ലാനേഴ്സ് ക്യാൻ ഹെൽപ്പ് എവരി സ്റ്റുഡൻസ് ഹാസ് ഓപ്പർച്യൂണിറ്റി ടു റിസീവ് ഗുഡ് എഡ്യൂക്കേഷൻ. നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ പ്ലാനേഴ്സ് അല്ലെങ്കിൽ അതിലുള്ള പ്ലാനിങ് നല്ല രീതിയിൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. ഓർഗനൈസിംഗിൽ വരുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ ബൈ ഡ്രോയിങ് ഓൺ organization studies to produce learning and how chosen for organization are designed. അതായത് ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൽ അതിന്റെ താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒബ്സർവേഷൻ അനുസരിച്ച് അതിനെ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെ സഹായിക്കണം, എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, അതാണ് ഓർഗനൈസിംഗിൽ വരുന്നത്. ഇനി മാനേജിംഗ് റിസോഴ്സസിലാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ റിസോഴ്സസ് ആർ ഇൻക്ലൂഡഡ് എക്വിപ്മെന്റ്. സ്മിത ഏതാണ് വായിക്കുന്നത്? പ്രൊഡക്ഷൻ അഷ്വറിംഗ് പബ്ലിക് യൂസ് ഓഫ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് അല്ലേ ഞാൻ പറഞ്ഞത്? തന്നെയാണോ വായിക്കുന്നത്? ഷോർട്ട് നോട്ട് ഓൺ 5 areas of education administration. അതെ, പ്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞായിരുന്നോ? പ്രൊഡക്ഷൻ 5 areas of education administration ആണ് ഞാൻ എഴുതിയേക്കുന്നത് അല്ലേ? ഞാനിവിടെ ആ PDF-ലുള്ള കാര്യങ്ങള് തന്നെ ഒന്ന് നോക്കിയിട്ട് ഷോർട്ട് ആയിട്ട് എഴുതാനാ പറഞ്ഞിരുന്നത്. സാരില്ല, കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ദെൻ വേറെ ആരാണ് എഴുതിയിരിക്കുന്നത്? വേറെ ആരാണ് പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്? പ്രൊഡക്ഷൻ അഷ്വറിംഗ് പബ്ലിക് യൂസ്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ്, പേഴ്സണൽ, ദെൻ കോർഡിനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിക്കണേ. ഒന്ന് രമ്യ ഒന്ന് വായിച്ചേ. രമ്യയുടെ ഒരു കേട്ടിട്ട് നമുക്ക് പറയാം. ഓക്കെ, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ഞാൻ വായിക്കാം മാം. പ്രൊഡക്ഷൻ വിദ്യാഭ്യാസ രംഗത്തെ ഉൽപാദനം എന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യ, പഠന വിഭവങ്ങൾ, അധ്യാപക ശേഷി, നോൺ ടീച്ചിങ് സ്റ്റാഫ്, സമയം, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഗുണമേന്മയുള്ള ഒരു എയിം അച്ചീവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സായിട്ടാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടാണ് നടത്തുന്നത്. ഉൽപാദനപരമായ സമീപനം ഉപയോഗിച്ച് പഠന രീതികൾ കൂടുതൽ എഫിഷ്യന്റും ഇഫക്റ്റീവും മോഡേണും ആക്കാനാണ് പ്രൊഡക്ഷനിലൂടെ സാധിക്കുന്നത്. പ്രൊഡക്ഷനെ കുറിച്ച് എഴുതിക്കണേ. എൻഷുറിംഗ് പബ്ലിക് യൂസ് വിദ്യാഭ്യാസ ഭരണത്തിൽ പൊതുജന ഉപയോഗം ഉറപ്പാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. ഇതിലൂടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ സർവ്വസാധാരണത്തിനും മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് ലഭ്യമാക്കുകയാണ്
എഷ്വറിംഗ് പബ്ലിക് യൂസിന്റെ ലക്ഷ്യം. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളൊക്കെ പരിഗണിച്ച് പുതിയ പ്ലാനിങ്ങുകളും നയങ്ങളൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് ജനകീയമായിട്ടുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. ഇനി ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. വിദ്യാഭ്യാസ ഭരണത്തിൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാന മേഖലയാണ്. വിദ്യാലയങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് ബഡ്ജറ്റുകൾ ഓരോ വർഷം തയ്യാറാക്കുന്നു. പിന്നെ അക്കൗണ്ടിങ് വഴി സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നു. പിന്നെ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് വേണ്ടി ധനസ്രോതസ്സുകൾ കണ്ടെത്തുന്നു. പിന്നെ എല്ലാ ചെലവുകളും സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് ഫിനാൻസ് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ വിദ്യാഭ്യാസ ഭരണത്തിൽ പേഴ്സണൽ മാനേജ്മെന്റ് ഒരു പ്രധാന ഘടകമാണ്. അധ്യാപകരെയും മറ്റു ജീവനക്കാരെയും കാര്യക്ഷമമായിട്ട് ക്രമീകരിക്കണം. ഉദ്യോഗാർത്ഥികളുടെ തെരഞ്ഞെടുപ്പും പരിശീലനവും പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നു. ഓരോ ജീവനക്കാരന്റെയും പ്രവർത്തന ഫലം നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ജീവനക്കാരുടെ ക്ഷേമവും അവരുടെ പ്രോത്സാഹനമൊക്കെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യമാണ്. കോർഡിനേഷൻ. വിദ്യാഭ്യാസ ഭരണത്തിൽ ഏകോപനവും സഹകരണവും നിർണായകമാണ്. വിവിധ വകുപ്പുകളും വകുപ്പ് തല പ്രവർത്തനങ്ങളും ഒത്തൊരുമയോടെ നടത്താൻ കോർഡിനേഷൻ ഏറ്റവും അത്യാവശ്യമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തമ്മിൽ ഒരു ഒത്തൊരുമ നടപ്പാക്കുന്നത് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നു. പരീക്ഷ ക്രമീകരണങ്ങൾ, ബഡ്ജറ്റ് നിർമ്മാണം എന്നിവ കോർഡിനേഷനിലൂടെയാണ് ഫലപ്രാപ്തി നേടുന്നത്. സുസ്ഥിരമായ വിദ്യാഭ്യാസ വികസനത്തിന് കോർഡിനേഷൻ എന്ന സംവിധാനം ഏറ്റവും അത്യാവശ്യമാണ്. ഓക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, വെരി ഗുഡ്. അപ്പൊ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. സ്മിതയ്ക്ക് മാറിപ്പോയതാണെന്ന് തോന്നുന്നത് അല്ലെ സ്മിത? കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഓക്കെ പറഞ്ഞുതരാം കേട്ടോ. ചിലർക്ക് ഡിഫിക്കൽട്ട് ആണ്. ഇന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഫസ്റ്റ് തന്നെ പ്രൊഡക്ഷൻ ആണ്. നേരത്തെ പ്രസീത പറഞ്ഞ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് സൊസൈറ്റി നിശ്ചയിച്ചിട്ടുള്ള എഡ്യൂക്കേഷണൽ എയിംസിന്റെ അച്ചീവ്മെന്റിനെയാണ് ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. സൊസൈറ്റി നിശ്ചയിച്ചിട്ടുള്ള എഡ്യൂക്കേഷണൽ എയിംസിന്റെ അച്ചീവ്മെന്റ്സ്. അതായത് ഒരു കുട്ടി, ഫോർ എക്സാമ്പിൾ പറയാം, ഒരു കുട്ടി സ്കൂളിലേക്ക് വരുന്നു, LKG അതായത് നഴ്സറിയിലേക്ക് ആദ്യമായിട്ടാണ് കുട്ടി വരുന്നത്. വരുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. ഏകദേശം അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ പ്ലേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആ കുട്ടിക്ക് അറിയാൻ പറ്റും. അംഗൻവാടികളിലും നഴ്സറികളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആ കുട്ടിക്ക് അറിയാനായിട്ട് സാധിക്കും. പക്ഷെ മികച്ച രീതിയിലുള്ളൊരു എന്താ പറയാ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലത്തിന്റെ കാര്യങ്ങളൊന്നും ആ കുട്ടിക്ക് അറിയാതെയാണ് ആ കുട്ടി വരുന്നത്. വന്നു കഴിഞ്ഞ് ആ കുട്ടിയുടെ LKG കഴിഞ്ഞു, UKG കഴിയുമ്പോൾ ആ കുട്ടി അവിടെ നിന്ന് പോകുമോ അല്ലെ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടായിരിക്കും പോകുന്നത്. ആ പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റത്തിനെയാണ് എന്ത് പറയാ, പ്രൊഡക്ഷൻ എന്ന് പറയാം. കാരണം ആ കുട്ടിക്ക് ആ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയാണ്. വന്ന കുട്ടി ആയിരിക്കില്ല തിരിച്ചു പോകുന്നത്. അപ്പോ ഏറ്റവും നല്ല രീതിയിൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയാണ് എന്ത് പറയാ, പ്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കോമ്പിനേഷൻസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ടീച്ചേഴ്സിന്റെ സഹായം ഇവിടെ വേണ്ടി വരുന്നുണ്ട്, പിന്നെ ബുക്കുകളുടെ സഹായം വേണ്ടി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ സഹായം വേണ്ടി വരുന്നുണ്ട്, ഫണ്ടുകൾ അതായത് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ ഔട്ട്പുട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഒരു സോപ്പ് നിർമ്മാണ കമ്പനി എടുക്കുക. അവിടെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? സോപ്പാണ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സോപ്പ് നമ്മൾ ലാസ്റ്റ് ആ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ആ സോപ്പിനെ കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് വേണം, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് അതായത് മനുഷ്യശക്തി വേണം, അതായത് ആളുകൾ വേണം. അതുപോലെ തന്നെ പല കമ്പോണൻസും ചേർന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക. ആദ്യം ആ സോപ്പ് ആയിരിക്കില്ല അല്ലെ, അതിന്റെ പല പല കമ്പോണൻസുകൾ ചേർന്നിട്ടാണ് എന്തായിട്ട് രൂപപ്പെടുക, സോപ്പായിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. അപ്പോ അത്രയും സമയം അതിനെ ആ ഒരു ക്രിയേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ഉണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന ആ എഫേർട്ട് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു തരാം. നിങ്ങൾ മോണ്ടിസോറി PG കോഴ്സിൽ ചേരുമ്പോൾ നിങ്ങൾക്ക് ഒരു പിടിയിൽ എന്താണ്, ഒരു പിടിയിൽ എന്താവും ഏതാവും ഭയങ്കര കൺഫ്യൂഷൻസോട് കൂടിയൊക്കെ ആയിരിക്കും വരിക.
പക്ഷെ ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ മൊത്തമേ മാറും അല്ലെ. നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതിൻ്റെതായ ഹാർഡ് വർക്കുകൾ ചെയ്യും. പല കാര്യങ്ങളും നിങ്ങൾ എന്താ പറയാ കോർഡിനേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പഠനം മുമ്പോട്ട് കൊണ്ടുപോവുക. അതിനെയാണ് പ്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഔട്ട്പുട്ട് മികച്ച രീതിയിലായിരിക്കും. സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവരുടെ ആ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് പീരീഡ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഒരു പ്രൊഡക്ഷൻ നടക്കുക. ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, ma'am. Clear ആണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. then അടുത്തത് അഷ്വറിംഗ് പബ്ലിക് യൂസ് ആണ്. അതായത് പബ്ലിക്കിന് ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ, ഈ പബ്ലിക്കിന് ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ വിദ്യാഭ്യാസത്തെ മാറ്റുക, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ മാറ്റിയെടുക്കുക. നമ്മൾ കുറെ കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ സ്കൂളിലോട്ട് വിടുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അവരെ വിടുന്നത്? സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൊരു ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ വേണം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട്. അതിനെയാണ് അഷ്വറിംഗ് പബ്ലിക് യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേറെയും ചില കാര്യങ്ങൾ കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. അതിലൂടെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് കൊടുക്കുക, പാരന്റ്സിന് അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കുക. ഇതൊക്കെ എന്താണ്? സമൂഹത്തിന് നന്മ വരുത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് അഷ്വറിംഗ് പബ്ലിക് യൂസ്. ഓക്കെ, സൊസൈറ്റിക്ക് നല്ലതിന് വേണ്ടിയിട്ട് കുട്ടികളെ വാർത്തെടുക്കുക, സ്റ്റുഡൻസിനെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ട്രെയിൻ ചെയ്യിപ്പിക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. then third one ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ആണ്. അതായത് ഒരു സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള, നമ്മൾക്കൊരു സ്കൂള് പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമാണെങ്കിലും അത് പ്രവർത്തിക്കണമെങ്കിൽ ഫണ്ട് വേണം. ഫണ്ട് ഉണ്ടെങ്കിലാണ് ഒരു സ്കൂളിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. അപ്പോ ആ ഫണ്ടുകളുടെ സോഴ്സ് എവിടെ നിന്നാണ്, അവിടെയുള്ള ആ ഫണ്ടുകളുടെ ഇവാലുവേഷൻ എങ്ങനെയാണ്, ഫണ്ടിന്റെ സപ്ലൈ എങ്ങനെയാണ് നടക്കുന്നത്, എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത്രമാത്രം ഓർത്തിരിക്കുക, ഒരു സ്കൂള് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടുകളുടെ കാൽക്കുലേഷൻ ആണത് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. ഓക്കെ, then പേഴ്സണൽ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ഒരു പേഴ്സണൽ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കൂള് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ആളുകൾ വേണം അല്ലെ. ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക ഒരു സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുക. കുറെ മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആളുകൾ വേണം അത് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇതിനകത്ത് വരുന്നത് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക. ഓക്കെ, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാം. എംപ്ലോയീസ് തമ്മില് പരസ്പരം കോർഡിനേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഇടയിൽ റെസ്പോൺസിബിലിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അത്തരത്തിലെ എംപ്ലോയീസിന്റെ പോളിസീസ് രൂപപ്പെടുത്തുന്നതാണ് എന്ത് പേഴ്സണൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ എന്ന് പറഞ്ഞാല് ജോലിക്ക് വരുന്ന എംപ്ലോയീസ്, സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സാറുമാരൊക്കെ ഉണ്ടാവില്ലേ, ഇവരെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, then ലാസ്റ്റ് വൺ കോർഡിനേഷൻ ആണ്. കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഒരു സ്കൂള് പ്രവർത്തിക്കണമെങ്കിൽ, ഒരു സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ പല ആളുകളുടെയും സഹകരണം വേണം. സ്കൂളിലാവുമ്പോൾ ടീച്ചേഴ്സിന്റെ സഹകരണം വേണം, പാരന്റ്സ് കോർഡിനേറ്റ് ചെയ്യണം, സ്റ്റുഡൻസ് കോർഡിനേറ്റ് ചെയ്യണം, മാനേജ്മെന്റ് കോർഡിനേറ്റ് ചെയ്യണം, ഗവൺമെന്റ് അതോറിറ്റികൾ കോർഡിനേറ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്കൂളിന് പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള പറ്റുള്ളൂ അല്ലെ. സ്കൂളിലെ മാനേജ്മെന്റും സ്റ്റുഡൻസും ഉണ്ടെങ്കിൽ മാത്രം കാര്യമില്ല, പാരന്റ്സിന്റെ കോർഡിനേഷൻ അവിടെ ആവശ്യമുണ്ട്. ഗവൺമെന്റിന്റെ ധാരാളം ഫണ്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂളുകൾക്ക് കിട്ടും, അതിന് ഗവൺമെന്റിന്റെ കോർഡിനേഷൻ വേണം. ഇത്തരത്തിലുള്ള കോർഡിനേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ട് സ്കൂളുകൾ പ്രവർത്തിക്കുക. ഓക്കെ, ഇതാണ് 5 എലമെന്റ്സ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? Yes. ഓക്കെ, Ma'am. ഇത് തന്നെയാണോ എല്ലാവരും എഴുതിയത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എഴുതിയതില്? ഏകദേശം ഇതുപോലെ തന്നെയായിരിക്കും എഴുതിയിരിക്കുന്നേ.
എല്ലാവരും എഴുതിയോ? എത്ര പേര് ഇതിനകത്ത് കയറിയിട്ടുണ്ട്? 94, 93 പേരായിട്ട് കയറിയിട്ടുണ്ട് തോന്നുന്നു. 93, 94 എഴുതിയിട്ടുണ്ടോ? എല്ലാവരും എഴുതിയോ? പറഞ്ഞ കാര്യം ചെയ്തോ? ഇല്ല മാം, എനിക്ക് കൺഫ്യൂസിങ് ആയിപ്പോയായിരുന്നു. ഞാൻ മറ്റേ പ്രൊഡക്ഷനും അഷ്വറിങ് പബ്ലിക് ഒക്കെ വന്നപ്പോ ആകെ മൊത്തത്തിൽ അതുകൊണ്ടാണ് എഴുതാഞ്ഞത്. ഇപ്പോഴാണ് കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലായത്. മനസ്സിലായതല്ലേ? മനസ്സിലായി. നമ്മളെപ്പോഴും എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഇതിലൊന്നും കൂടി നോക്കണം എങ്ങനെയാണത് വരുന്നത് കേട്ടോ. അതുമായിട്ട് കമ്പയർ ചെയ്തപ്പോ ഇപ്പൊ എളുപ്പമുണ്ടായിരുന്നു. മറ്റേ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് അങ്ങനെ നോക്കിയപ്പോ മൊത്തം കൺഫ്യൂസിങ് ആയിപ്പോയി. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. ക്ലിയർ ആയി മാം, ക്ലിയർ. Then scope of aspects. ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് എടുത്തിട്ട് 2 പേജോളം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. അതാണ് ആദ്യം റീഡ് ചെയ്യിപ്പിക്കുന്നത്. മിസ്സേ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാ വരിക? വാട്ട് ആർ ദ ഇതിപ്പോ ഓഡ് വൺ ഔട്ട് എന്ന രീതിയിലൊക്കെ പോലെയാണോ വരിക? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയത് കാരണം ഇതെല്ലാം എന്താ പറയാ, കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കണോ? ഇല്ല, അറിഞ്ഞിരുന്നാൽ മതി. ഒരു ബേസ് കിട്ടിയാൽ മാത്രം മതി. അതിനെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്താൽ മതി. വേറെ ഒന്നും വേണ്ട. നമ്മൾ ഭയങ്കര ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒന്നും അല്ലല്ലോ പഠിക്കുന്നേ, മോണ്ടിസോറി കോഴ്സ് അല്ല പഠിക്കുന്നേ. അപ്പോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ഇത് കാണുമ്പോൾ ഭയങ്കര വലിയ സംഭവമാണെന്ന് തോന്നുന്നു. കാരണം കുട്ടികള് ബിസിനസ്, എനിക്ക് തോന്നുന്നു അത് ധാരാളം പഠിച്ചു വന്നിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നണം അല്ലേ? ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിച്ച ആളുകളില്ലേ? ഉണ്ടല്ലേ? അതാണെന്ന് തോന്നും. പക്ഷെ അത് അത്രയൊന്നും ഇല്ല. സിമ്പിൾ ആണ്. ജസ്റ്റ് അതിലൊന്ന് റിലേറ്റ് ചെയ്താൽ മതി. ഞാൻ റിലേറ്റ് ചെയ്ത് തരാം. ആദ്യം പറഞ്ഞപ്പോ ആദ്യം നിങ്ങൾ എഴുതിയപ്പോ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് മാറി എന്ന് പറഞ്ഞപ്പോ തമന്ന പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും. ഞാൻ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് തരാം എങ്ങനെയാണെന്ന് കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എക്സാം സിമ്പിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്തുനിന്ന് ഉണ്ടാവില്ല. കാരണം ഞങ്ങൾക്ക് എന്താ പറയണ്ട, ക്വസ്റ്റ്യൻ എന്താ പറയ, പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്താ പറയാ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ തന്നെ പാടാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ടെസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ആയിരിക്കും? നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മോക്ക് ടെസ്റ്റ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് തരും. അത് മറ്റേ ഇതിന് ചെയ്യാറുണ്ട്. ബാക്കി സബ്ജക്റ്റിനൊക്കെ കിട്ടാറുണ്ട്. ഡിപ്ലോമയ്ക്ക് ഉണ്ട്. ഞങ്ങൾക്ക് ഡിപ്ലോമയ്ക്ക് ഉണ്ട് മോക്ക് ടെസ്റ്റ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തരും. പിന്നെ എക്സാം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മാക്സിമം ഇതിനകത്തുനിന്നുള്ള കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ. ഓക്കെ, അത് വിചാരിച്ച് ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറും. നിങ്ങളുടെ ഇപ്പൊ ആദ്യം മോണ്ടിസോറി കോഴ്സിൽ വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാ ബാച്ചുകാരും ഓക്കെ അല്ലേ? എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നില്ലേ? ഓക്കെ. മിസ്, നമ്മൾ നേരത്തെ പ്രൊഡക്ഷന്റെ പറഞ്ഞില്ലേ, അതിൽ കരിക്കുലം ഡിസൈനിങ് ഒക്കെ വരില്ലേ? കരിക്കുലം ഡിസൈനിങ് അതിന്റെ ഭാഗമായിട്ട് വരാൻ ഞാൻ എഴുതിയാൽ അങ്ങനെ ഉണ്ടായിരുന്നു. മിസ് പറഞ്ഞില്ല, അപ്പൊ എനിക്ക് ഡൗട്ടായി. കരിക്കുലം ഡിസൈനിങ് അല്ലേ? നമ്മൾക്ക് ഇവിടെ ആദ്യം നോക്കാനുള്ളത് ഔട്ട്പുട്ട് എന്താ പറയാ മികച്ചതാക്കാന്നുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ്. അതിനകത്ത് വരാം, കരിക്കുലം ഡിസൈനിങ് വരാം. അതുമായിട്ട് കണക്ട് ചെയ്ത് വരാം കേട്ടോ. ശരി.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യണേ. ഞാൻ മറന്നുപോയി, പ്രയറിന്റെ കാര്യം മറന്നുപോയി, സോറി കേട്ടോ. ഒന്ന് ആരെങ്കിലും ഒന്ന് ഓർപ്പിച്ചാൽ മതി. ഞാൻ ഫസ്റ്റ് തന്നെ വന്ന് ചോദിച്ചത് നിങ്ങൾ എഴുതിയോ എന്നാണ്, മറന്നുപോയി കേട്ടോ. റിയലി സോറി. നമുക്ക് നെക്സ്റ്റ് ടൈമിൽ പ്രയർ ചെയ്യാം. മേഡം ഇത് അസൈൻമെന്റ് ആക്കിയിട്ടാണോ ചെയ്യണ്ടേ, അത് വെറുതെ എഴുതാനാണോ? ആക്ടിവിറ്റിയാണ്, അസൈൻമെന്റ് അല്ല. അസൈൻമെന്റ് ഒരെണ്ണം വരുന്നുണ്ട്, ഒരെണ്ണം തരാട്ടോ. വരുന്നുണ്ട്, പറയാം. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ആദ്യത്തേത് ലീഗൽ സ്ട്രക്ചർ ആണ്. ലീഗൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ചില ലോസ് ആൻഡ് റെഗുലേഷൻസ് വേണം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേണം. അതുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്ഥാപനത്തിന് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും, അല്ലേ? അതായത് അവിടെയുള്ള ആളുകള്, എന്താ പറയാ, അവിടെയുള്ള വ്യക്തികൾക്ക്, അതായത് എംപ്ലോയീസിന് റെസ്പോൺസിബിലിറ്റി ആയിട്ട്, അതായത് ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവിടെ ചില ലോസ് ആൻഡ് റെഗുലേഷൻസും ടേംസ് ആൻഡ് കണ്ടീഷൻസും വേണം. അതിനെയാണ് ലീഗൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു സ്കൂളിനെ സംബന്ധിച്ച് അവരുടെ ലോസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും ഒരു സ്കൂളിനെ സംബന്ധിച്ച്? ഒന്ന് പറയാമോ ആരെങ്കിലും? എന്താണ്? ടൈമിങ്, ഒരു ടൈം പഞ്ചിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നത് നോക്കും. പിന്നെ അതേപോലെ എത്ര മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, ഫസ്റ്റ് പീരീഡ് ഇപ്പോൾ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയാണ്, ബ്രേക്ക് ടൈം, യൂണിഫോം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു അസംബ്ലി കാണും ചില സമയങ്ങളിൽ. ഇന്ന ദിവസം ഇത്ര മണിക്ക് അസംബ്ലി, അങ്ങനെയുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണുമല്ലോ. ഓക്കെ, ഒരു സ്ഥാപനത്തിനുള്ളിലെ നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് റെഗുലേഷൻസിനൊക്കെയാണ് നമ്മൾ ലീഗൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു സ്ഥാപനമാണെങ്കിലും, അത് സ്കൂളാകട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഗവൺമെന്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ, അതിനൊക്കെ എന്തുണ്ട്? ചില
ലോസ് ആൻഡ് റെഗുലേഷൻസും ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുക, എഫിഷ്യന്റ് ആയിട്ട് അവിടെ വർക്ക് നടക്കുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ലീഗൽ സ്ട്രക്ചർ. ഓക്കെ, അടുത്തത് പീപ്പിൾസ്. പീപ്പിൾസ് എന്ന് പറയുന്നത് ഇവിടെ കുട്ടികളാണ് അല്ലെ, സ്റ്റുഡൻസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നേ, ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷന്റെ സെന്റർ എന്ന് വിശേഷിപ്പിക്കുന്നത് അവിടുത്തെ കുട്ടികളെയാണ്. കുട്ടികളില്ലെങ്കിൽ എന്തില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല അല്ലെ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അവരാണ് സെന്റർ ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഈ പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ മൊത്തം കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് അല്ലെ. അത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പാരന്റ്സ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, ഏത് തരം ഓർഗനൈസേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് തരം വ്യക്തികളാണെങ്കിലും കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മൊത്തം കാര്യങ്ങള് ഇവിടെ നടത്തുന്നത്. അപ്പൊ കുട്ടികൾക്ക് അവരുടെ എന്താ പറയാ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആവശ്യത്തിനനുസരിച്ച് കുട്ടികളെ വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ സ്കില്ലുകൾ എന്താണ്, കുട്ടികളുടെ കപ്പാസിറ്റീസ് എന്താണ്, കുട്ടികളുടെ നീഡ്സ് എന്താണ്, സ്റ്റുഡൻസിന്റെ നീഡ്സ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് അവരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓരോ കുട്ടികളുടെയും കഴിവുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, നീഡ്സ് എന്തൊക്കെയാണ്, അവരുടെ ഡിമാൻഡ്സ് എന്താണ്, അവരുടെ കപ്പാസിറ്റീസ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്ക് അവർക്ക് എന്ത് കൊടുക്കാൻ, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് പീപ്പിൾസ്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികളാണ് കേട്ടോ. കുട്ടികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കുട്ടികൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ പേഴ്സണൽ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണൽ. എന്താണ് പേഴ്സണൽ? നേരത്തെ പറഞ്ഞത് ഞാൻ പേഴ്സണൽ ആരാണ് പേഴ്സണൽ? റിക്രൂട്ട്മെന്റിലൂടെ തെരഞ്ഞെടുക്കുന്നത് എംപ്ലോയീസ്, ഒരു സ്ഥാപനത്തിന്റെ എംപ്ലോയീസ്. അപ്പോ സ്കൂളിലാവുമ്പോൾ അത് ടീച്ചേഴ്സ് ആവും അല്ലെ. അപ്പൊ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് നടത്തുന്നതിന് ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ അല്ലെ. അതായത് വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ആളുകൾ അതിന് വേണ്ടിയിട്ട് യോഗ്യരായിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തണം അല്ലെ. അപ്പോ അതുപോലെ തന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് പേഴ്സണൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. കുട്ടികളെ പോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ ആരാവശ്യമാണ്? ടീച്ചേഴ്സ് ആവശ്യമാണ് അല്ലെ. ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ ഈ ഒരു പേഴ്സണൽ എന്ന് പറയുന്നത്, ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ബാക്ക് ബോൺ ആണെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പോ ഇവരെ വേറൊരു രീതിയിൽ ഇവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഫ്ലൈ വീൽ ഓർ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നതുകൂടി ഇവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. ടീച്ചേഴ്സിനെയാണ് എന്ത് വിളിക്കുക? ഫ്ലൈ വീൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് അവരുടെ നട്ടെല്ലാണ് ഒരു സ്ഥാപനത്തിന്റെ, അതുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എംപ്ലോയീസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലെ. സ്കൂളിലൊക്കെ ആണെങ്കിൽ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ എങ്ങനെയാ തിരഞ്ഞെടുക്കുക? എന്തൊക്കെ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് തിരഞ്ഞെടുക്കുക? ഒന്ന് പറയാവോ? എന്തൊക്കെ ക്രൈറ്റീരിയകൾ ഉണ്ട് അവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട്? ക്വാളിഫിക്കേഷൻ ഇന്റർവ്യൂ ചെയ്യും, ടാലന്റഡ് ആയിരിക്കണം, കമ്മ്യൂണിക്കേഷൻ വേണം, നല്ല പെർഫോമൻസ് ഉണ്ടായിരിക്കണം, ഓക്കെ, ഹാൻഡ്ലിംഗ് പവർ വേണം. ഒരു സ്ഥാപനം, അത് ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ, ഞാൻ എഡ്യൂക്കേഷണൽ എന്താ പറയാ ആ ഒരു ഓർഗനൈസേഷൻ അല്ലാതെ മറ്റ് സ്ഥാപനങ്ങളുടെയും കമ്പാരിസൺ ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ അവര് നിശ്ചയിച്ചിട്ടുള്ള ഒരു ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസിന്റെ ബേസിലാണ് അവിടെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. ഒരു സ്കൂൾ ആണെങ്കിൽ ആ സ്കൂളില് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ഇന്ന എക്സ്പീരിയൻസ് ഉള്ള ഇന്ന ടാലന്റഡ് ഉള്ള ആളുകളെയാണ് അവിടെ ജോലിക്ക് എടുക്കുക എന്ന് അവരൊരു ക്രൈറ്റീരിയ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലെ. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അവര് ഇന്റർവ്യൂ വെക്കും അല്ലെ. അല്ലെങ്കിൽ അപേക്ഷിക്കാനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ഒരുക്കി കൊടുക്കും. അത് ചിലപ്പോൾ ന്യൂസ് പേപ്പറിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം,
അല്ലെങ്കിൽ മറ്റു പല മാധ്യമങ്ങളിലൂടെ അവര് ആപ്ലിക്കൻസിനെ ഇൻവൈറ്റ് ചെയ്യും. ഇതറിഞ്ഞിട്ട് ആപ്ലിക്കൻസ് എന്ത് ചെയ്യും? അപേക്ഷ കൊടുക്കും അല്ലെ, ആപ്ലിക്കേഷൻ കൊടുക്കും അല്ലോ. അപ്പോ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഒരു ഡേറ്റ് ഉണ്ടാവും അതിന്. ആ ഡേറ്റ് വരെ ആയിരിക്കും ആപ്ലിക്കേഷൻ കൊടുക്കുക. then ആ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് ഡേറ്റ് തീരുമാനിക്കും, ഇന്റർവ്യൂ വെക്കും. ഇന്റർവ്യൂവില് എന്താ പറയാ അവരുമായിട്ട് എന്താ പറയാ ഡിസ്കഷൻ നടത്തിയിട്ട് അവരെ, അതായത് അതിനകത്ത് ഏറ്റവും മികവുള്ള ആളുകളെ എന്ത് ചെയ്യും? തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുക അല്ലെ. ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കി അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും? തെരഞ്ഞെടുക്കും. അങ്ങനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാല് എന്ത് ചെയ്യാറുണ്ട്? ചില കാര്യങ്ങള് ഓർഗനൈസേഷൻ പറയാറുണ്ട്. അതായത് അവർക്ക് കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എത്ര ശമ്പളമാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അവർക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആരെ പറഞ്ഞു ബോധിപ്പിക്കാറുണ്ട്? അവിടെ വരുന്ന എംപ്ലോയീസിനെ പറഞ്ഞു ബോധിപ്പിക്കാറുണ്ട് അല്ലെ. നമുക്കറിയാം ഏറ്റവും മികച്ച സ്ഥാപനം അല്ലെങ്കിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ജോലിക്ക് പോകുന്നത് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലായിരിക്കും. അവർ കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളായിരിക്കാം. അത് അവിടുത്തെ ശമ്പളം നോക്കിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയാ മറ്റേതൊരു സ്ഥാപനത്തിനും ഇല്ലാത്ത അഡ്വാൻറ്റേജസ് ആ ഒരു സ്ഥാപനത്തിന് ഉണ്ടാകാം, അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റുകൾ ഉണ്ടാകാം. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക ആളുകള് ജോലിക്ക് ആയിട്ട് തെരഞ്ഞുപിടിക്കുക ഓരോ സ്ഥാപനത്തിനെയും. അപ്പൊ ഏറ്റവും മികച്ച കാര്യങ്ങൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നോ അവിടെയൊക്കെ ആയിരിക്കാം ആളുകളുടെ ഒഴുക്ക് കൂടുതലുള്ളത്, ഫ്ലോ ഉള്ളത് കൂടുതൽ കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അവർ ചില ഓഫറുകൾ നമുക്ക് വെക്കാറുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക ആളുകൾ അവിടെ ജോലിക്ക് വരിക. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ശമ്പളം കൊടുക്കുന്നു, റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതൊക്കെ അവരെ പിടിച്ചു നിർത്താനുള്ള മോട്ടിവേഷൻ ആയിട്ടും വരാറുണ്ട് കേട്ടോ. മോട്ടിവേഷൻ ആണ്, അതായത് മോണിറ്ററി ആയിട്ടുള്ള മോട്ടിവേഷൻസ് ഉണ്ട്, നോൺ മോണിറ്ററി ഉണ്ട്. അതായത് പണമായിട്ട് കൊടുക്കുന്ന മോട്ടിവേഷൻസ് ഉണ്ട്, പണമല്ലാതെ കൊടുക്കുന്ന മോട്ടിവേഷൻസ് ഉണ്ട്. ചില ആളുകള് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, ജോലിയിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ക്യാഷ് പ്രൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇതൊക്കെ മോണിറ്ററി ആണ്, അതായത് പണം മൂലം നമ്മൾ കൊടുക്കുന്നതാണ്. ഇനി അല്ലാതെ അവാർഡുകളായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ പ്രമോഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറയും, അതായത് അവർ ചെലവാക്കിയ തുക തിരിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ പറയും. അതായത് മെഡിക്കൽ ഇതിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ചെലവായ തുക ഈ കമ്പനി അടയ്ക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ മോട്ടിവേറ്റേഴ്സ് ആണ്, സ്റ്റാഫുകളെ പിടിച്ചു നിർത്താനുള്ള. അപ്പൊ ഇത്രയധികം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യാം സ്റ്റാഫുകള് സ്ഥാപനത്തില് ജോലിക്ക് വരിക. ഓക്കെ, അപ്പൊ അതാണ് പേഴ്സണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഫിനാൻസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള, അതായത് ആ സ്ഥാപനത്തിന്റെ എക്സ്പെൻസ് എത്രയാണ്, പിന്നെ അവിടെ എന്താ കൈകാര്യം ചെയ്യുന്ന ഫണ്ടുകൾ എത്രയാണ്, എഡ്യൂക്കേഷണൽ കോസ്റ്റ് എത്രയാണ്, അതുപോലെ സ്പെൻഡിങ് ഫണ്ട് അവിടെ ചെലവാകുന്ന തുക എത്രയാണ്, പിന്നെ ഈ ഫണ്ട് വരുന്ന റിസോഴ്സുകൾ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഫിനാൻസ് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് അവിടെ ചെലവാകുന്ന എക്സ്പെൻസസുകള്, അതുപോലെ എഡ്യൂക്കേഷണൽ കോസ്റ്റുകള്, അതുപോലെ സ്പെൻഡിങ് ഫണ്ട് എത്ര തുക എന്തിനൊക്കെയാണ് ചെലവായത്, പിന്നെ പണം വരുന്ന റിസോഴ്സസുകൾ, ദാറ്റ് ഈസ് ഫിനാൻസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അത്. then അടുത്തത് കരിക്കുലം ആണ്. കരിക്കുലം എന്ന് പറഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആണ് നമ്മൾ ഇവിടെ നടത്തുന്നത് കേട്ടോ കരിക്കുലത്തില്. അതായത് പ്രോഗ്രാംസ്, അതായത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമുകൾ നമ്മൾ നടത്തണം എന്ന് പറയുന്നുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് കുട്ടികളുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ടെക്സ്റ്റ് ബുക്കുകൾ അച്ചടിക്കുക, ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് സോഷ്യൽ ചേഞ്ചസ്, അതായത് നമ്മൾക്കറിയാലോ നമ്മുടെ സോഷ്യൽ ചേഞ്ചസ്, നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്തിൽ ആഡ് ചെയ്യാറുണ്ട്? നമ്മുടെ കരിക്കുലത്തിൽ ആഡ് ചെയ്യാറുണ്ട്, ടെക്സ്റ്റ് ബുക്കുകളിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, കരിക്കുലം സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡ്യൂട്ടിയാണ്.
കരിക്കുലത്തിൽ എന്തായാലും സ്കൂളിന്റെ ആളുകളെ എന്ത് ചെയ്യണം, പങ്കെടുപ്പിക്കണം. ഗവൺമെന്റ് ആണ് ടെക്സ്റ്റ് ബുക്കുകളും മറ്റൊക്കെ പ്രിന്റ് ചെയ്യുന്നതെങ്കിലും സ്കൂളിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ എന്താ പറയാ, അവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, കരിക്കുലം സെറ്റ് ചെയ്യണം. അതിനകത്ത് സോഷ്യൽ, ഇക്കണോമിക്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ധാരാളം കരിക്കുലത്തിൽ കൊണ്ടുവരണം. കുട്ടികളെ സമൂഹത്തിൽ വളർത്തിയെടുക്കാനായിട്ട് അവെയർ ചെയ്തെടുക്കുന്ന ധാരാളം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ അവയർനെസ് കൊടുക്കുന്ന ധാരാളം കാര്യങ്ങൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തി കുട്ടികളെ ഡെവലപ്മെന്റിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗൈഡൻസ് പ്രോഗ്രാമുകള്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം, ഈ ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ദെൻ ഫിസിക്കൽ ഫെസിലിറ്റീസ്. ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് സ്കൂളിന്റെ എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണ്, സ്കൂളിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണ്, സപ്ലൈസ് എന്തൊക്കെയാണ്, പിന്നെ പ്ലാന്റ്, അതുപോലെ തന്നെ സ്കൂളിൻ്റെത് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസ് അവിടെ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങള്. അപ്പൊ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഫിസിക്കൽ ഫെസിലിറ്റീസിലാണ് വരുന്നത് കേട്ടോ. സ്കൂളിൽ നമ്മൾ കാണുന്ന എല്ലാ എക്യുപ്മെന്റ്സും, അവിടുത്തെ പ്ലാൻസുകള്, അവിടുത്തെ പർച്ചേസുകൾ എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ കമ്പോണൻസും വരുന്നത് ഫിസിക്കൽ ഫെസിലിറ്റീസിലാണ്. ഓക്കെ, ലാസ്റ്റ് വൺ പബ്ലിക് റിലേഷൻ ആണ്. പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുമായിട്ട് എന്ത് വേണം, കോർഡിനേഷൻ വേണം. എല്ലാവരുമായിട്ട്, അതായത് ഗവൺമെന്റുമായിട്ട്, നോൺ ഗവൺമെന്റൽ ഏജൻസീസുമായിട്ട്, അതുപോലെ തന്നെ പാരന്റ്സുമായിട്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ്, ടീച്ചേഴ്സ്, ഇവരൊക്കെ കൂടി കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് നല്ലൊരു സ്ഥാപനമായിട്ട് ഒരു സ്കൂളിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ദാറ്റ് ഈസ് കോർഡിനേഷൻ. ക്ലിയർ ആണോ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞ പോയിന്റ് കോർഡിനേഷൻ സെയിം അല്ലേ? എന്താണ് ഈ പബ്ലിക് റിലേഷൻസ് എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇല്ലേ, നമ്മൾ നേരത്തെ ടോപ്പിക്കിൽ പറഞ്ഞ കോർഡിനേഷനുമായിട്ട് അങ്ങ് റിലേറ്റ് ചെയ്താൽ മതിയോ? സെയിം അല്ലേ ഗവൺമെന്റ് അത് തന്നെയാണ്, അതാണ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കോർഡിനേഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് പബ്ലിക് റിലേഷൻ കേട്ടോ. ഇവിടെ ലാസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, കമ്മ്യൂണിറ്റി വിസിറ്റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി വിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ഗവൺമെന്റിന്റെ പങ്കുണ്ടായിരിക്കുക. ഗവൺമെന്റിന് ആ ഒരു സ്കൂളിന്റെ വളർച്ചയിൽ പങ്കുണ്ടായിരിക്കുക. കാരണം ഫണ്ടുകളും മറ്റൊക്കെ വിതരണം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഉണ്ട്, ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളുണ്ട്. അതിന്റെയൊക്കെ പങ്ക് സ്കൂളിന് അല്ലെങ്കിൽ സ്കൂളിന്റെ വളർച്ചയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിവിധ സംഘടനകള്, മാനേജ്മെന്റ്, ഇവരൊക്കെ കൂടി ഒരുമിച്ചാണ് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, കോർഡിനേഷനും പബ്ലിക് റിലേഷനും ഏകദേശം ഒരുപോലെ തന്നെ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആയി? ക്ലിയർ ആയല്ലേ? ഓക്കെ. അടുത്തത് ഇനി മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഒന്ന് റീഡ് ചെയ്യാം. മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിൻ നന്നായിട്ട് റീഡ് ചെയ്യാൻ ഞാൻ ചോദിക്കൂ കേട്ടോ. ചോദിക്കുന്നവര് പറയാ. അവിടെ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഡിസിപ്ലിൻ, അതായത് ഫസ്റ്റ് ഇത് നോക്കിയാൽ നിങ്ങൾ, ദ വേർഡ് ഡിസിപ്ലിൻ ഈസ് സപ്പോസ്ഡ് ടു ഫോം ദ ലാറ്റിൻ വേർഡ് ഡിസിപ്ലിൻ. അതല്ല കേട്ടോ, ഡിസിപ്ലിന എന്നാണ് കേട്ടോ. ഡിസിപ്ലിൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഇ മാറ്റിയിട്ട് എ ആക്കുക. ഓക്കെ, ഡിസിപ്ലിന, ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഡിസിപ്ലിന എന്നാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഫോം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഡിസിപ്ലിന.
ഓക്കെ, ഈ മാറ്റിയിട്ട് ഫസ്റ്റ് ലൈനിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലാറ്റിൻ വേർഡ് ഡിസിപ്ലിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്തിട്ട് എ ഇതാക്കുക കേട്ടോ, എ ആക്കുക. ഇക്ക് പകരം എ കൊടുക്കുക. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ ചെയ്യാട്ടോ. മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിൻ മാത്രമാണ് ഞാൻ വായിക്കാൻ പറഞ്ഞത്. എന്താണ് തമന്ന മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിനിൽ പറയുന്നത്? മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിനിൽ പറയുന്നത്, ഡിസിപ്ലിൻ എന്ന് പറയുന്ന വേർഡ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു ലാറ്റിൻ വേർഡായ ഡിസിപ്ലിന എന്നാണ്. വിച്ച് മീൻസ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രോപ്പർ മാനേജ്മെന്റ്, അല്ലെങ്കിൽ റൂൾ, എന്തെങ്കിലും നിയമം, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസസ്, ടീച്ചിങ്, അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള, നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം, ഒരു കണ്ടീഷൻ. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നതിന് ഇപ്പൊ ഡെറിവേഷൻ ഓഫ് ഇംഗ്ലീഷ് വേർഡ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഈ ലാറ്റിൻ വേർഡ് ഡിസിപ്പുലം, അതിന്റെ അർത്ഥം എന്ന് തന്നെ പീപ്പിൾ. നമ്മൾ സ്കൂളിന്റെ കേസിൽ സ്റ്റുഡൻസിനെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. അക്കോർഡിംഗ് ടു എ സ്റ്റുഡന്റ്, ആ കുട്ടി, ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ എന്ത് ചെയ്തിരിക്കുക, റെസ്പെക്ട് ചെയ്തിരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത്. ഹി ഷുഡ് ഡെവലപ്പ് നെസസറി ആൻഡ് റിക്വയർഡ് ക്വാളിറ്റീസ്. അതായത് അവന്റെ ജീവിതത്തിൽ അവന് സക്സസ്ഫുൾ ആവണമെങ്കിൽ അവൻ സ്വയമേ തന്നെ നല്ല ക്വാളിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കണം, സ്വന്തമായിട്ട് തന്നെ വിജയം കൈവരിക്കണമെങ്കിൽ. അങ്ങനെ ഡിസിപ്ലിനെ ഒരു 3 രീതിയിൽ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന. അപ്പൊ മൊത്തത്തിൽ കൺട്രോൾ, റെഗുലേഷൻ, സെൽഫ് റെസിസ്റ്റന്റ്, കർട്ടസി, ഡിസിപ്ലിൻ, അതെല്ലാം കൂടെ പറഞ്ഞിട്ട് ലാസ്റ്റ് 3 രീതിയിൽ ഇപ്പൊ കൺട്രോൾ എന്നുള്ള രീതി പറയുന്നുണ്ട്. അതായത് നമ്മളെ ഫോഴ്സിബിളി ആരെങ്കിലും ഒരു പൊസിഷൻ, നമ്മളെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അതൊരു ഡിസിപ്ലിനാണ്. നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, അതൊരു ഫോമിൽ പറയുന്നുണ്ട് പോലെ തോന്നി. പിന്നെ സെക്കൻഡ് വൺ റെഗുലേഷൻ, കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണുമല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, അതും ഒരു വേ ഓഫ് ഡിസിപ്ലിൻ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഒരു കുട്ടി മുതിർന്നവരെ ഒബേ ചെയ്യുന്നത്, അനുസരിക്കുന്നത്, കർട്ടസി ആൻഡ് റെസ്പെക്ട് എന്ന് പറയും, അതും ഒരു വേ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ ഈ ഫാക്ടേഴ്സ് എല്ലാം ഉദ്ദേശിക്കുന്നത് മീൻസ് ഡിസിപ്ലിൻ എന്ന് തന്നെയാണ്. ഡിസിപ്ലിൻ എന്നുള്ള വേർഡാണ് ഇത് മൊത്തത്തിൽ കവർ ചെയ്യുന്നത്. ആണ് മാം എനിക്ക് മനസ്സിലായത്. ശരിയാണ് കേട്ടോ, തമന്ന പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഈ ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെയാണ്? പ്ലെയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യണം ക്ലാസ്. കോട്ടുണ്ട്, സൈൻ ഇൻ ചെയ്യണം, സൈൻ ഔട്ട് ഉണ്ട്. സൈൻ ഔട്ട് ഉണ്ട്. എല്ലാവരും മ്യൂട്ട് ചെയ്യണം. അതെ, ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ കൺട്രോൾ ചെയ്യുന്നില്ലേ? ഉണ്ട്. അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാല് നമ്മുടെ ക്ലാസ്സും എന്താണ്, ഡിസിപ്ലിൻ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോ ഇവിടെ നോക്കിയേ നിങ്ങള്, the word discipline is supposed to form the Latin word disciplina. Disciplina എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഫോം ചെയ്തത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് മാനേജ്മെന്റ്, റൂള്, എഡ്യൂക്കേഷൻ, പ്രാക്ടീസ്, ടീച്ചിങ് ആൻഡ് ട്രെയിൻഡ് കണ്ടീഷൻ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു വേർഡ് ഉണ്ട്, ഡിസിപ്പിൾ എന്ന് പറയും. ആ വേർഡ് ഫോം ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഡിസിപ്ലം എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത്
പീപ്പിൾ എന്നാണ്. അപ്പൊ ഇവിടെ രണ്ട് വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് വേർഡ്സ് അത് ഡിറൈവ് ചെയ്തിരിക്കുന്ന ലാറ്റിൻ വേർഡുകൾ, അതിന്റെ മീനിങ്ങുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മൊത്തം, അതായത് ഞാനൊരു ബേസ് ആയിട്ടുള്ള കാര്യം പറയാം. സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് ഓവറോൾ എന്താ പറയാ, ഡിസിപ്ലിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് എന്താ പറയാ ഡിസിപ്ലിൻ, നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസിപ്ലിൻ പാലിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസിപ്ലിനിലൂടെ പോയാൽ നമുക്ക് കിട്ടുന്നത്, എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാമോ? ആരെങ്കിലും ഇവിടെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനത്തെ രീതികളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഡിസിപ്ലിൻ ഒന്ന് പറയാ കേട്ടോ, ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വ്യൂ പോയിന്റ്സ് ഇവിടെ ഷെയർ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ക്ലാസ്സില് ഇപ്പൊ മോണ്ടിസോറിയുടെ ക്ലാസ് എടുത്താൽ തന്നെ ഇവൻ നമ്മളവര് കാണുന്നില്ല, നമ്മള് മൈക്ക് ഓഫ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യണേന്നൊന്നും ആരും അറിയണില്ല. എന്നിട്ട് പോലും എല്ലാവരും മിണ്ടാണ്ട് നല്ല കുട്ടികളായി മൈക്ക് ഓഫ് ചെയ്ത് ടീച്ചർ എന്താണോ പറയണത് അത് ക്ലിയർ ആയിട്ട് കേട്ട് ടീച്ചർ പറയണ സമയത്ത് മാത്രം മൈക്ക് ഓൺ ചെയ്ത് അവരവരുടെ കാര്യങ്ങൾ പറയണത്, അത് ഡിസിപ്ലിന്റെ ഭാഗമാണ്. ആ ഓക്കെ, വെരി ഗുഡ്. ഡിസിപ്ലിന്റെ ഭാഗമാണ് അല്ലെ? ശരിയാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ കൺട്രോളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. കൺട്രോളും ഡിസിപ്ലിനും ഏകദേശം ഒന്ന് തന്നെയാണോ? എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുക? ഒരിക്കലും അവിടെ ഡിസിപ്ലിന് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നമ്മൾ കൺട്രോൾ ചെയ്ത് പിടിച്ചില്ലെങ്കിൽ നമ്മളത് തെറ്റിക്കും. അത് മനുഷ്യന്റെ ഒരു മെയിൻ സ്വഭാവമാണ്. അതായത് നമ്മളോടത് ചെയ്യരുതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ചിലപ്പോ നമുക്കത് ചെയ്യാനുള്ള ഒരു ത്വര കൂടി വരും. ഈവൻ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു വടി കൈ പിടിച്ചിട്ട് നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞാല് എന്ത് ചെയ്യും? നമ്മൾ അടങ്ങി അവിടെ ഇരിക്കും, ചെയ്യത്തില്ല. അപ്പൊ കൺട്രോളുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ? പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്? അതായത് മാം, ഒരു കുട്ടി അവന്റെ അധ്യാപകരെ നല്ല രീതിയിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൺട്രോൾ ഉണ്ടാവുമല്ലോ. ആ ഉണ്ടാവും, ശരിയാണ്. പറയാട്ടോ, എന്തോരം പേരുണ്ട് ഇതിനകത്ത്. നിങ്ങളുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് പറയാം. എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. മേഡം, ഞാൻ എന്റെ ഒരു കാര്യം പറയട്ടെ. എല്ലാ തരത്തിലുള്ള ഗുഡ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുക, കരിയർ ഷേപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ക്യാരക്ടർ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, ഇതൊക്കെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് വരത്തില്ലേ മാം? വരും. നമ്മുടെ സക്സസിന് ആവശ്യമാണ് ഡിസിപ്ലിൻ ആണ് ഇവിടെ പറയുന്നത്. ഏതൊരു വ്യക്തിക്കും സക്സസ് ഉണ്ടാവണമെങ്കിൽ ഡിസിപ്ലിൻ വേണം എന്നാ പറയുന്നത്. അങ്ങനെ ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ നിങ്ങൾ ഒന്ന് എന്താ പറയാ, ഒന്ന് അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയ ശരിയാണോ പറയുന്നേ? ശരിയാണ്. ഈ ലോകത്തില് എന്താ കേൾക്കുന്നില്ല കേട്ടോ, മുറിഞ്ഞു പോകുന്നു സംസാരിക്കുന്നത്. നൗഫല, ഒരു കഥയില്ലേ ഇന്റർവ്യൂന്റെ, ഒരു ആള് ഇന്റർവ്യൂ ചെയ്യുന്നത്? കഥയുണ്ടോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. കഥ ഒന്ന് പറഞ്ഞേ, കഥ പറയാമോ? ഞാൻ കേട്ടിട്ടില്ല. ഒരു ഉപ്പ മകനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയിട്ട് ലൈറ്റ് ഇട്ടാലെല്ലാം ഭയങ്കര കർശനമായിട്ട് അത് ഓഫ് ചെയ്യണോ എന്നുള്ള ഇതിൽ വളർത്തിയിട്ട് വലുതാക്കി അയാൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി നോക്കുമ്പോ അവിടെ ഒരുപാട് ടാസ്ക് ഉണ്ട്. ഒന്ന് ഫാൻ ഓൺ ചെയ്തിട്ട്, പിന്നെ ഇങ്ങനെ പേപ്പറെല്ലാം നിലത്ത് വലിച്ചു വാരിയിട്ടേക്ക്. അപ്പൊ അതാണ് അടുത്ത ഇന്റർവ്യൂ സെക്ഷൻ അതാണ്. പക്ഷെ ബാക്കി എല്ലാരും വന്നതും അത് ഫാൻ ലൈറ്റ് ഒന്നും ഓഫ് ചെയ്യാണ്ട് മുന്നോട്ട് പോയി. ലാസ്റ്റ് വന്ന് ഈ ഉപ്പ കൺട്രോൾ ചെയ്ത ഈ മോൻ മാത്രം
എല്ലാം ഭയങ്കര എല്ലാം ചെയ്ത് ഓഫ് ചെയ്യുകയും പിന്നെ പേപ്പർ വേസ്റ്റ് പേപ്പറിൽ ഇടുകയും എല്ലാം ചെയ്തിട്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. അയാളെ ഇന്റർവ്യൂ സെക്ഷനിലുള്ള അയാളെയാണ് സെലക്ട് ചെയ്തത്. അല്ലേ? ഓക്കെ. അവിടെ ഒരു അയ്യുപ്പ അവിടെ ഡിസിപ്ലിൻ കൊടുത്ത് വളർത്തിയതൊന്നുമില്ല അങ്ങനെ ഒരു സക്സസ് അവിടെ ഉണ്ടായത്. ശരിയാണ് പറഞ്ഞത്. ഓക്കെ. അതായത് ജീവിതത്തിൽ നമുക്കറിയാം കുറെ അധികം ആളുകൾ ഉണ്ട് അല്ലെ? അതിനകത്ത് ഭൂരിഭാഗം ആളുകളും വിജയിച്ചിട്ടുള്ളവരായിരിക്കാം. ചില ആളുകൾ ഡ്രോപ്പ് ആയിട്ടുള്ളവരുണ്ടാകാം. എന്നാൽ സക്സസ് ആയിട്ടുള്ള ആളുകളുടെ പട്ടികകൾ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ അവരുടെ ടേബിൾ എടുത്ത് നോക്കിയാല് അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള ഡിസിപ്ലിൻ വേണം അല്ലെ? നമ്മുടെ ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനാവുക കേട്ടോ. ഇത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതായത് ഒരു എന്താ പറയാ, ഒരു റൂമില് ചെന്ന് കയറിയാല് അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു റൂമില് അല്ലെങ്കിൽ ഒരു വീട്ടില്. മറ്റൊരു വീട് നോക്കിയാല് കൃത്യമായിട്ട് നല്ല എന്താ പറയാ നീറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ രണ്ട് വീട്ടിലും വ്യക്തികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഒരാളെന്ന് പറയുന്നത് ലൈഫിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാണാത്തൊരു വ്യക്തിയാണ്. മറ്റേ വ്യക്തി എന്ന് പറയുന്നത് ലൈഫിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളർന്നു വന്ന ജീവിത സാഹചര്യം ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുക ആളുകളെ മാറ്റിമറിക്കുക. നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശീലിച്ചാൽ, ചെറുപ്പം എന്ന് പറയുന്ന അങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, കാരണം നമുക്ക് തോന്നിക്കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും അല്ലെ? നമ്മൾക്ക് തോന്നണം, മടി പിടിച്ചിരിക്കരുത് ഒരിക്കലും. നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ പ്ലാൻ കൊണ്ടുവരിക. ഇന്ന കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യും, കൃത്യമായിട്ടുള്ള ഒരു എയിം ഉണ്ടായിരിക്കുക. എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടണം, എനിക്ക് ഇന്ന ടൈം പീരീഡിനുള്ളിൽ അത് നേടിയിരിക്കണം. ഒരു കൃത്യമായിട്ടൊരു ഫിക്സഡ് ടൈം ടാർഗറ്റ് ചെയ്യുക. 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 8 മാസം അല്ലെങ്കിൽ 2 വർഷം അങ്ങനെയുള്ള ടൈം പീരീഡ് ഫിക്സ് ചെയ്യുക. ആ പീരീഡ് ഫിക്സ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് തീരുമാനിക്കുക. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം നടത്തുക. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലോയിലൂടെയാണ് നടത്തേണ്ടത് കേട്ടോ. ഇടയ്ക്ക് പല കാര്യങ്ങളും ഉണ്ടാവാം, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും നമുക്ക് വരാം. പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനോട് കൂടി പോയി കഴിഞ്ഞാല് വിജയം നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന പറയാം. ഓക്കെ. ഇപ്പൊ വ്യക്തമായ പ്ലാനുകൾ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളെ തേടി ഇതുവരെ വിജയം വരാത്തത് കേട്ടോ. വിജയം നമുക്ക് കിട്ടും, അത് കേവലം ഒരു ഭാഗ്യപരീക്ഷണം ഒന്നുമല്ല. ചിലർ പറയും ഭാഗ്യം ഉണ്ടെങ്കിലാണ് അത് കിട്ടുള്ളൂ, അതുണ്ടെങ്കിലാണ് അത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് വേണം, ദൈവാനുഗ്രഹം വേണം, ഭാഗ്യം വേണം എന്നൊക്കെ പറയും. വേണം, ഇത് രണ്ടും ഫാക്ടറാണ്. പക്ഷെ ഇതിന്റെയൊക്കെ അളവെന്ന് പറയുന്നത് കേവലം 1%. 99% നമ്മൾ കൊടുക്കുന്ന ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എഫേർട്ട് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വിജയം എന്ന് പറയുന്നത്. ബാക്കി 1% മാത്രമാണ് എന്ത് ഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ദൈവാനുഗ്രഹം വേണം, കാരണം നമ്മൾ ഏതൊരു കാര്യം ആ ഒരു ശക്തി നമ്മുടെ എന്താ പറയാ ചുറ്റിനും ഉണ്ട് അല്ലേ? ഒരു പ്രപഞ്ചത്തിൽ. കാരണം നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കുന്നത് ആ ദൈവത്തിന്റെ ഒരു ഇടപെടലാണ്. അതുണ്ട്. പക്ഷെ നമ്മൾ അതുണ്ടെന്നും പറഞ്ഞ് എന്ത് ചെയ്യരുത്, അത് ചിലപ്പോ കിട്ടുമായിരിക്കും, എനിക്ക് ദൈവാനുഗ്രഹമുള്ള ആളാണ്, ചിലപ്പോ അത് കിട്ടും, ഞാൻ അധികം കഷ്ടപ്പെടൊന്നും വേണ്ട, എന്റെ കയ്യിലോട്ട് താനേ അത് വന്നോളൂ. ഒരിക്കലും ഇല്ല. നിങ്ങളെ തേടി വരില്ല, നിങ്ങളെ തേടി പിടിക്കണം. ഓക്കെ. അപ്പോ എന്താ പറയാ, ഡിസിപ്ലിനെ കുറിച്ചിട്ട് നമ്മൾ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. മുൻപോട്ടുള്ള കാര്യങ്ങൾ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഏകദേശം ഒരു ബേസ് ആണ് ഇപ്പൊ പറഞ്ഞു തന്നെ കേട്ടോ, ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട. അപ്പൊ ഇന്ന് തന്നെ ഇത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡേ പ്ലാൻ ചെയ്യുക. നാളെ തുടങ്ങി അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്താണോ എയിം വെക്കുന്നത് ആ എയിമിനനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ. എല്ലാവർക്കും ഓരോരോ എയിംസ് ഉണ്ടാവുമല്ലോ ഇല്ലേ ജീവിതത്തില്? ഇന്ന കാര്യങ്ങൾ നേടണം എന്നില്ലേ? വെറുതെ ജീവിച്ച് മരിച്ചാ മതിയോ? ആരാലും ഒന്ന് അറിയപ്പെടണ്ടേ? ഒരാളായിട്ട് അറിയപ്പെടണ്ടേ? വെറുതെ ഇപ്പൊ എന്താ പറയാ, ഞാൻ എന്റെ പേര് അശ്വതി എന്നാണ്. അപ്പൊ ഞാനിപ്പോ അശ്വതിയായിട്ട് ജനിച്ചു, കുറെ എന്തൊക്കെയോ ചെയ്തു, കുറെ ജീവിച്ചു, പിന്നെ ഒരു ദിവസം മരിച്ചു പോവാ ചെയ്യാം. പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല അല്ലെ? പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷെ
ജീവിച്ചിരിക്കുന്ന ആ സമയത്തിനുള്ളില് എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ എന്താണ് മരിക്കാൻ നേരത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക്, അല്ലെ? ആരെങ്കിലും 10 പേര് നമ്മൾ അറിയുവാണെങ്കിൽ എന്താ പറയാ, ഭയങ്കര സന്തോഷമായിരിക്കും. ആരാലും അറിയപ്പെടാതെ നമ്മൾ മരിക്കാൻ ഓർത്ത് വയ്ക്കുക, ഒരു സിറ്റുവേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഈ ഒരു ജീവിതത്തിൽ എന്ത് ചെയ്യാം, കിട്ടാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ, നമ്മുടെ സ്വപ്നം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ഉറച്ചൊരു തീരുമാനം എടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ എടുക്കുക. ഓക്കെ, നമ്മളായിട്ട് തന്നെ ജീവിക്കണം, നമ്മളായിട്ട് തന്നെ മരിക്കണം, അല്ലെ? അടുത്ത ജന്മം ഉണ്ടാകാം, പക്ഷെ അടുത്ത ജന്മത്തില് ഞാനായി തീരണം എന്നില്ല, അല്ലെ? എനിക്ക് അശ്വതിയായിട്ടിരിക്കാൻ കഴിയുന്നത് ഈ ജന്മത്തിൽ മാത്രമാണ്. അടുത്ത ജന്മത്തിൽ പറ്റില്ല. അടുത്ത ജന്മത്തിൽ കാക്കയോ പൂച്ചയോ അല്ലെങ്കിൽ ആനയോ അങ്ങനെ ഏതെങ്കിലും ഒരു ജീവിയോ അല്ലെങ്കിൽ വേറെ അങ്ങനെ 7 ജന്മങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ ഈ ജന്മത്തിൽ എനിക്ക് ഒറ്റ ജീവിതമുള്ളൂ, അശ്വതി എന്നാണ് ആ ജീവിതത്തിന്റെ പേര്, അല്ലെങ്കിൽ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തി. ആ ആൾക്ക് എന്തൊക്കെ നേടാൻ പറ്റും എന്ന് തിങ്ക് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഓക്കെ ഓക്കെ അപ്പോ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം, ഒരു അസൈൻമെന്റ് തരാം. അടുത്തൊരു പാരഗ്രാഫ് ഉണ്ട്, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ. ഇതിനകത്ത് എന്താണ് പറയുന്നതെന്ന് ഒരു 10 സെന്റൻസ് അതിൽ കൂടണ്ട, ഒന്ന് എഴുതിയിട്ട് അതൊന്ന് സൈൻ ഔട്ട് പറയാ കേട്ടോ. അതൊന്ന് എഴുതിയിട്ട് ഒന്ന് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, മോഡേൺ കൺസെപ്റ്റ്. ഇപ്പൊ നേരത്തെ പ്രസീത വിനോദ് അല്ലേ, പ്രസീത വിനോദ് നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഏകദേശ കാര്യങ്ങളാണ് ആ കുട്ടി പറഞ്ഞത്. അതുപോലെ അതുപോലെ എഴുതിയിട്ട് ഈ കാര്യം മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അസൈൻമെന്റ് ആണ് കേട്ടോ. വേർഡ്സിൽ എഴുതേണ്ടതാണോ? അതായത് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ, അതായത് ഡിസിപ്ലിൻ ഇൻ സ്കൂള് വരെ, അതിന് തൊട്ട് മുമ്പുള്ള പാരഗ്രാഫില് വരെ ഉള്ളതിനെ കുറിച്ചാണോ എഴുതാൻ പറയണേ? അതെ, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ മാത്രം എഴുതിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഡിസിപ്ലിൻ ഇൻ സ്കൂളിനെ കുറിച്ചല്ലല്ലോ, ഡിസിപ്ലിൻ ഇൻ സ്കൂളിനെ കുറിച്ചല്ലല്ലോ. ഓക്കെ, അതിനെ കുറിച്ച് വരുന്ന മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിനിൽ വരുന്ന 10 പോയിന്റ്സ്, അത് മാത്രം. അത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് സാറ്റർഡേക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അസൈൻമെന്റ് തിങ്കളാഴ്ച ഞാൻ കൊടുത്തേക്കാം കേട്ടോ. തിങ്കളാഴ്ച ടെക്നിക്കലി ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന അതിൽ തന്നെയല്ലേ നമ്മുടെ PG സബ്മിറ്റ് ചെയ്യാ, അല്ലേ? ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ, നിങ്ങൾക്ക് വരും, ഇൻഫോർമേഷൻ വരും എങ്ങനെയാണെന്ന് സെപ്പറേറ്റ് ആണ് മാം. PGക്ക് സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് അസൈൻമെന്റ് വന്നിട്ടുണ്ട്. 10 പോയിന്റ്സ് മതി കേട്ടോ. 10 പോയിന്റ്സ് നമ്മൾ സെമിനാറുകൾ നടത്തും കേട്ടോ. സെമിനാർസ് ഒക്കെ ഉണ്ടാവും. ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ സെമിനാറൊക്കെ തന്നെ ഓരോരുത്തരായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നു കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് PG ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സുമായി റിപ്പീറ്റ് ചെയ്യാമോ? ഏതാണ് ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 10 വേർഡ്സ് അല്ലെങ്കിൽ 10 സെന്റൻസ് ഒന്ന് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക, എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടേക്കാം. ഓണായിട്ട് എഴുതാൻ പറ്റുമോ? നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതാൻ പറ്റുമോ? വായിച്ചു നോക്കിയിട്ട് എന്താണ് മനസ്സിലാവുന്ന കാര്യങ്ങൾ എഴുതുക. അവിടെ ഒരു വ്യക്തിയുടെ പേര് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചില വ്യൂ പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നൊക്കെ ഒന്ന് അവിടെ മെൻഷൻ ചെയ്യുക കേട്ടോ. വായിക്കുക, ദെൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നോക്കണ്ട. പറഞ്ഞത് കേട്ടോ? ഓക്കെ ഓക്കെ. ലാസ്റ്റ് സൈൻ ഔട്ട് ഉണ്ടല്ലോ. Okay, all. Hi, I'm Jasna from Malappuram. The quote said by Helen Keller: "Never bend your head, always hold it high. Look at the words right in the eye." Thank you, ma'am, for your inspiring words, and thank you, my dear friends. Signing out by Jasna. Thank you.
Okay, Thank good you, night. ma'am. Thank you. Good night. Thank you, ma'am. Good night. Good night. Thank you. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Ma'am. Thank you, ma'am. Thank you, ma'am.